ഒരു 16 വയസ്സുള്ളൊരു കൊച്ചിനെ വളരെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. ന്യൂസിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മളുടെ ഈ ഒരു തലമുറ ഇതെങ്ങോട്ടാണ് പോകണം. അപ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ ഉടനെ എല്ലാവരും ചിന്തിക്കും പഴയ തലമുറ നല്ലതാണോ? നല്ലത് തന്നെയായിരുന്നു, സത്യമായിട്ട് നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും ക്രൂരത ആരും കാണിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ സിനിമാ സ്റ്റൈൽ, എന്തോ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്തോ അങ്ങ് നേടിയെന്നത് പോലെയാണ് ഒരു പാവം ഇത്തിരി പോകുന്ന ചെറുക്കനായിട്ട് തല്ലുന്നത്. അത് മൃഗീയമായിട്ട് എന്തിനു വേണ്ടിയിട്ട്, എന്ത് നേടാനാണ്? നമ്മളൊക്കെ വളർന്നു വന്ന് നമ്മൾ 90 കിഡ്സ് എന്നും പറഞ്ഞ ആളുകൾ പറയുമ്പോൾ എല്ലാവരും പുച്ഛത്തോടെ കാണുന്നെങ്കിൽ ഓർത്താൽ മതി. 90 കിഡ്സ് എന്ന് പറഞ്ഞാൽ 90 കിഡ്സ് തന്നെ ആയിരുന്നു. കാരണം നിഷ്കളങ്കമായ പരിശുദ്ധമായൊരു കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ച ആളുകളാണ് നമ്മളൊക്കെ. ഇത് പറയുമ്പോൾ ആർക്കും ഈ 2K എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ചൊറിയണ്ട. പക്ഷെ പറയുന്ന കാര്യം സത്യം തന്നെയാണ്. കാരണം വളരെ നിഷ്കളങ്കമായ ഒരു ജീവിതത്തിൽ ജനിച്ച് ജീവിച്ച് വന്ന ഒരു ബാല്യകാലം ഈ 90 കിഡ്സിനുണ്ട്. സത്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളെല്ലാവരും ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടം കൂടിയിട്ട് കളിച്ചിട്ടുള്ളതാണ്. ഇടി ഉണ്ടാക്കിയിട്ടുണ്ട്, സത്യമല്ലേ? ഈ ഇടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മറ്റൊരു വന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരുത്തിനോട്ട് ഇടി വെച്ചാൽ നമ്മളെല്ലാം കൂടെ പിടിച്ചു മാറ്റും. രണ്ട് ഭാഗക്കാരും തമ്മിൽ പിടിച്ചു മാറ്റി സോൾവ് ചെയ്യും. അല്ലാതെ അവിടെ കൂട്ടം കൂടി നടന്ന് തല്ലുന്ന ഒരു പ്രവണത ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? നിങ്ങൾ ചിന്തിച്ച് നോക്കും. നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പാടത്തും പറമ്പിലും അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് കളിച്ചിട്ടുള്ള സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ വിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോകും. ആ പോയി നിന്ന് കളിക്കുന്ന സ്ഥലത്തും അവിടെയുള്ള അവന്മാരുമായിട്ട് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും, ഒരു ഏണി ഉണ്ടാവും. സത്യമല്ലേ? എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരു ഏണി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യത്തിന് തർക്കിച്ചിട്ട് ബഹളം ഉണ്ടാക്കി, പിന്നെ തന്തക്ക് വിളിയായി തള്ളക്ക് വിളിയായി, ഇടി ഉണ്ടാക്കാനായിട്ട് ബഹളമായി, കോളറ കയറി പിടിക്കുക, ഇങ്ങനെ അതെല്ലാ കൂട്ടത്തിലും ഉണ്ടാവും അല്ലേ? എന്നിട്ട് നമ്മളെന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മളുടെ കാലഘട്ടം നമ്മളെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഉടനെ നമ്മളുടെ രണ്ട് ഭാഗക്കാരും തമ്മിലിപ്പോൾ അത് പറഞ്ഞ് സോൾവ് ചെയ്ത് അവിടെ വെച്ച് മാറ്റിയാണ് അല്ലേ? അല്ലാതെ രണ്ട് വിഭാഗം ചേർന്ന് തമ്മിൽ അടിയുണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അല്ല. പക്ഷെ ഇത്രയും മൃഗീയമായൊരവസ്ഥ, അതായത് മനസ്സിന് ഇത്രയും ഒരു ക്രൂരത നിറഞ്ഞൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ഇപ്പോൾ വരുന്ന തലമുറയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ല. കാരണം എന്താ പറയുക, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ ജനിച്ച് വീണ് കഴിട്ട് ഈ ഫോണിൽ തന്നെയാണ് ഓരോന്ന് കാണുന്നത്. സത്യമല്ല ഞാൻ പറഞ്ഞു. ഫോണിൽ കാണുന്ന ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളിലൊക്കെ എല്ലാം എന്തോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തോക്കും എടുത്ത് വീഡിയോസ് പോലും അങ്ങനത്തെയാണ്. വെടിവെച്ച് കൊല്ലുക, കുത്തിക്കൊല്ലുക, ഓടിച്ചിട്ട് ഇതൊക്കെ കണ്ട് 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 വളരുന്ന പിള്ളേർക്ക് എവിടെയാണ് ഒരു മനസ്സിലൊരു നിഷ്കളങ്കതയുള്ളത്? ഒരുത്തൻ്റെ ശരീരം വേദനിക്കുന്നുണ്ടെന്ന് എങ്ങനെ ഇവന്മാർക്ക് മനസ്സിലാവും? നമ്മളുടെയൊക്കെ കാലഘട്ടം, നമ്മളുടെയൊക്കെ അപ്പനും അമ്മയും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നിരുന്നത് നിന്റെ ശരീരം വേദനിക്കുന്ന പോലെ തന്നെയാണ് മറ്റൊരുത്തൻ്റെ വേദനിക്കുന്നത്. അതുകൊണ്ട് നീ മറ്റൊരുത്തനെ ഉപദ്രവിക്കരുതെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ്. ഇന്ന് മൊബൈലിനകത്ത് കാണുന്നത് വെടിവെച്ച് കൊല്ലുന്നതും കുത്തിക്കൊല്ലുന്നതും തല്ലിക്കൊല്ലുന്നതും ഇതൊക്കെയല്ലേ കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഗ്രൗണ്ടിലോട്ട് പോകുന്നവൻ ഇവനെന്തോ വലിയ സംഭവമാണെന്നാണ് എൻ്റെ വിചാരം. ഇവനും കുറച്ച് കൂട്ടുകാരും ചേർന്ന് ഈ പറയുന്നത് പോലെ ഒരു കൂളിംഗ് ഗ്ലാസ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരുത്തനെ എന്തോ സിനിമാ സ്റ്റൈലിൽ അങ്ങോട്ട് തല്ലുവാണ്. അവൻ കാല് പിടിച്ച് പറയുന്നുണ്ട്. എന്തുമാത്രം മൃഗീയമായ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇത് ശരിയാണ്, നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എല്ലാത്തിനും ഉണ്ട്. കാലം മാറുന്നതനുസരിച്ച് ഈ പറയുന്നത് പോലെ തന്നെ ജീവിതശൈലിയും മാറും. പക്ഷെ എന്ന് കരുതിയിട്ട് മനസ്സിലെ നന്മ മാറണമെന്നുണ്ട. മനസ്സിലൊരു നന്മ വേണം. അത് എങ്ങനെയാണ് ഈ പറയുന്ന കുട്ടികളിൽ ഇല്ലാതെ പോയതെന്നുള്ളത്, എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇതില്ലാതെ പോയത്? അവർ ജനിച്ച് വീഴുമ്പോഴേ, അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന ചുറ്റുപാട്, അവർ കണ്ടു വളരുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഇപ്പം തന്നെ ഇറങ്ങുന്ന സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ 2000 താഴോട്ടുള്ള പടമൊക്കെ എടുത്ത് നോക്കി, ആ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തറവാട്, അവിടെ ദോശയും ചമ്മന്തിയും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബകാര്യങ്ങളൊക്കെ അത്രയ്ക്ക് നോക്കി നടക്കുന്ന അപ്പനമ്മ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള മക്കളെ വളർത്താൻ പ്രയത്നിക്കുന്ന, അല്ലെ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളുടെ ആ കാലഘട്ടത്തിൽ സിനിമ തന്നെ എടുത്ത് നോക്കിയേ, വസ്ത്രധാരണം തന്നെ എടുത്ത് നോക്കിയേ ആ സിനിമകളിലേക്ക്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇത് പറയുമ്പോൾ ഉടനെ പണ്ട് ഇവരഭിനയിച്ച ഓരോ എന്താ പറയുക, നമ്മുടെ ജയഭാരതിയും ഷീലയും അവരൊക്കെ അഭിനയിച്ച് എന്തെങ്കിലുമൊക്കെ ഓർമ്മ പോയിക്കൊണ്ട് ചിലപ്പോൾ വരും. ഇത് കണ്ടോ ഇത് കണ്ടോ, അത് നോക്കണ്ട. 100 പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് 8 പടത്തിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ ബാക്കി 92 പടവും വളരെ വളരെ കുടുംബപരമായിട്ടിരുന്ന് കാണാൻ പറ്റിയ സിനിമയായിരുന്നു. ഇന്നത്തെ തലമുറ എടുത്ത് നോക്ക്. ഇന്നത്തെ തലമുറയിൽ നമ്മൾ കാണുന്നത് എന്തുവാണ്? സിനിമകൾ തന്നെ എടുത്ത് നോക്കി, അതിനകത്ത് മുഴുവൻ പറയുന്നത് കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്, വാക്കുകൾ കൊണ്ട് അല്ല. രണ്ടാമത്തെ കാര്യം, ഈ മാർക്കോ പോലത്തെ സിനിമകൾ നമ്മൾ കണ്ടതാണ്. ആ സിനിമ ഹിറ്റായതാണ്. അതിനകത്ത് കാണുന്നത് എന്താണ്, കാണിക്കുന്നത് എന്താണ്? ഇതൊക്കെയാണ് ജനങ്ങൾക്ക് ഇന്ന് ആവശ്യം. ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ,
നമ്മൾ 90 കിഡ്സിന് അത് ആവശ്യമില്ല. നമ്മൾ കാണുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അതൊന്നുമല്ല. ഞാൻ 90 കിഡ്സിനെ പൊക്കി തലയിൽ വെച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. കുറേ നിഷ്കളങ്കമായ കാര്യങ്ങൾ നമ്മളിലുണ്ട്. കുറേ പരിശുദ്ധമായ നിഷ്കളങ്കമായ ബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്ന കുറേ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ 90 കിഡ്സിൽ നിന്ന് പഠിക്കാനുണ്ട്. മനസ്സിലായി? അത് ഇനിയുള്ള തലമുറ അത് പഠിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് പേടിയുണ്ടായിരുന്നു. എൻ്റെ വീടിനടുത്തൊരു ഷാപ്പുണ്ട്. ഞാൻ ആ ഷാപ്പിനകത്ത് ഇന്നും ഞാൻ കയറിയിട്ടില്ല. ഞാൻ കുടിക്കും. ഇപ്പം ഞാൻ കുടി നിർത്തി 3 വർഷമായി. പക്ഷേ ഞാൻ കുടിക്കും, ഇഷ്ടംപോലെ കുടിച്ചിട്ടുണ്ട്, ഒരുപാട് ഷാപ്പിൽ കയറിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീടിനടുത്തുള്ള ഷാപ്പിൽ ഞാൻ കയറിയിട്ടില്ല. അതിന് കാരണമുണ്ട്. എൻ്റെ അപ്പനും അപ്പൻ്റെ സഹോദരങ്ങളും പിന്നെ എൻ്റെ നാട്ടുകാരും പലരും അവിടെ വരാറുണ്ട്. അവിടെ വരുന്നവരൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഷാപ്പിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കാലുകുത്തിയിട്ടില്ല. പുറത്ത് നിന്ന് നോക്കിയിട്ടുള്ളതല്ലാതെ അതിൻ്റെ അകം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഷാപ്പിൻ്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാനത് പോകാത്തതെന്നറിയോ? എനിക്ക് എൻ്റെ മുതിർന്നവരോടുള്ള ബഹുമാനമാണ്. എന്നെ വളർത്തിയത് അങ്ങനെയാണ്. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ജനിച്ച് വളർന്ന എല്ലാവരുടെയും, അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും വളർന്നവർക്കും ഒരു ബഹുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള സഭ്യമായ ഭാഷയിൽ സംസാരിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു ക്വാളിറ്റി നമ്മളിലുണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് ആരാണ് എന്താണെന്ന് അതായത് മാതാപിതാക്കന്മാരെ പോലും ബഹുമാനിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ തലമുറ പോകുന്നത്. അതിൻ്റെ ഭവിഷ്യത്താണ് ഈ കാണുന്നതൊക്കെ. 16 വയസ്സുള്ള ഒരു ചെറുക്കനെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പട്ടിയെ തല്ലുന്ന പോലെ. അന്ന് ചിന്തിക്കണ്ടേ, അവൻ ആരാണ്? അവനും ഒരു മനുഷ്യനാണ് അവൻ. ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചു പയ്യനാണ് അവൻ. അവൻ്റെ ശരീരം വേദനിക്കത്തില്ലേ? അത് മനസ്സിലാകണമെങ്കിൽ എവിടുന്ന് വരണമെന്നറിയാമോ? കുടുംബത്തിൽ നിന്ന് വരണം. പിന്നെ കുടുംബത്തിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കുറേയൊക്കെ പറഞ്ഞാൽ കേൾക്കത്തില്ല ഈ തലമുറ. ഈ ഫോണെന്ന് പറയുന്ന ഈ സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ അങ്ങ് നേടിയെന്നുള്ള ഒരു പ്രതീതിയാണ്. ഇതിനകത്തിങ്ങനെ ഈ കാണുന്ന ഓരോ കോപ്രായങ്ങളൊക്കെ കണ്ട് അത് അതേപടി അനുകരിച്ച് ജീവിതത്തിൽ തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കാത്ത അവസ്ഥയിലേക്കാണ് ഈ തലമുറ പോകുന്നത്. നമ്മളൊക്കെ ദൂരദർശനിൽ 4 മണിക്ക് പോയി കാണുന്ന ഒരു സിനിമയാണ്. പക്ഷേ ആ സിനിമ കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി വീണ്ടും തിരിച്ചു വരുന്നത് നമ്മുടെ ബന്ധങ്ങളിലേക്കാണ്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരു സിനിമ കാണാൻ അവർക്ക് സമയമില്ല. അവർ കാണുന്ന മുഴുവൻ റീൽസാണ്. അത് മണിക്കൂറുകൾ. തൊട്ടടുത്തിരിക്കുന്ന സ്വന്തം അമ്മയാണോ അപ്പനാണോ അവരോട് സംസാരിക്കാനോ അവരിങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലോ കേൾക്കാനുള്ള ചെവി പോലും ഇല്ല. അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ സ്വഭാവത്തിൽ, ഈ പറയുന്ന കുട്ടികളുടെയൊക്കെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുന്നത്. പക്ഷെ അത് വളരെ മാരകമായ ഒരു അവസ്ഥയാണ്. ഈ പോക്ക് പോയാൽ വളരെ 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 മോശമായൊരു തലമുറയെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. പിന്നെ MDMA, കഞ്ചാവ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേട്ട് വന്നൊരു ഇപ്പോൾ കുറേ നാളായിട്ട്. നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ കഞ്ചാവ് ഉണ്ടെങ്കിലും കഞ്ചാവ് ആര് വലിക്കും? ആർക്ക് വേണമായിരുന്നു കഞ്ചാവ്? ഒരു ബീഡി വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്നത് പാത്തും പതുങ്ങി എവിടെയെങ്കിലും. ഞാൻ വലിച്ചിട്ടില്ല കേട്ടോ. ഇതെൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് പറയല്ല, എൻ്റെ നന്മ ഞാൻ പറയല്ല. ഞാൻ വലിച്ചിട്ടില്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എന്നാലും അന്ന് വലിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിലും അവരും പേടിച്ചാണ് വലിക്കുന്നത്. അത് ഒരു ബീഡി കത്തിച്ചിട്ട് 4-5 പേര് കൂടെ വലിക്കുന്നത് അല്ലേ? പക്ഷെ ഇന്നങ്ങനെയാണ്. ഇന്ന് കഞ്ചാവ്, MDMA ഒക്കെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തോ മഹത്തായത് നേടിയെന്ന് പറയുന്ന പോലെ ഒന്നിനെയും പേടിയില്ലാതെ ആരെയും ബഹുമാനിക്കാതെ പിന്നെ മുന്നോട്ട് പോകുന്ന തലമുറയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തലമുറയിൽ നിന്ന് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിയമം ശക്തമായിരിക്കണം. നിയമ നടപടികൾ ശക്തമാകണം. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ദയവ് ചെയ്തിട്ട് ഈ ഒരുപാട് ഗെയിമുകൾ ഈ ഫോണിൽ ഇപ്പോൾ ഒരുപാട് ആപ്പുകളുണ്ട് ഗെയിമുകൾ. അതെല്ലാം നിരോധിക്കണം. എന്തിനു വേണ്ടിയിട്ടത്? ഇതെന്താണ് നേട്ടം? 2, 3, 4 മണിക്കൂർ, 5 മണിക്കൂർ രാത്രി പാതിരാത്രി വരെ വെളുക്കുന്നത് വരെ ഗെയിം കളിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം? ഒരു തലമുറയെ നശിപ്പിക്കാനുള്ള സാധനമാണ് ഈ ഗെയിം. അത് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കണം? ഈ ഗവൺമെൻറ് അത് ബാൻ ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് ഇതൊക്കെ നിർത്തലാക്കണം. ഗെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഫോണിനകത്ത്. പകരം പിന്നെ കുട്ടികൾക്ക് ചെയ്യാൻ എത്രയോ കാര്യങ്ങൾ, പഠിക്കാൻ ഫോണിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് കുട്ടികൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കണം. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. പബ്ലിക്കായിട്ട് ശിക്ഷ കൊടുക്കണം. പബ്ലിക്കായിട്ട് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് അതൊരു പേടിയാവും. പിന്നെ അവനത്, പ്രത്യേകിച്ച് കുട്ടികളത് ആവർത്തിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തലമുറ നശിച്ചു പോകും. തലമുറ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഇല്ലാതാവുമെന്നല്ല. തലമുറ ആരുടെയും കയ്യിൽ ഒതുങ്ങാത്തൊരവസ്ഥയിലേക്ക് പോകും. നിയമത്തിനെ പോലും പേടിയില്ലാത്ത അവസ്ഥയിൽ പോകും. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പിന്നെ ഇടുക്കിയിലൊരു കൊച്ചിനെ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ കണ്ടാലേ ഇത് എങ്ങനെ സഹിക്കും? നമ്മൾക്ക് സഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു. കുട്ടികളാണ് ഈ പ്രായത്തിൽ വഴക്കുണ്ടാവും. നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അതിനൊക്കെ ഒരു കുട്ടിത്തം ഉണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ട്? നമ്മൾ വഴക്കിട്ടപ്പോൾ അതിനൊരു കുട്ടിത്തം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഏതാണ്ട് സിനിമ സ്റ്റൈലേ.
ഒന്ന് ഓർത്ത് നോക്കി, ഇതൊക്കെ കാണിക്കുന്ന ക്രൂരതകൾ, ഇതൊക്കെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? മനുഷ്യൻ്റെ മക്കൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഏ അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പിന്നെ കഴിഞ്ഞ നമ്മൾ ദിലീപിൻ്റെ കേസിൽ ഹണിയം ജോർജ് എന്ന് പറയുന്ന ജഡ്ജി പറഞ്ഞൊരു വാക്കുണ്ട്, സമൂഹത്തെ ബോധിപ്പിക്കാനല്ല ശിക്ഷ നടപ്പാക്കേണ്ടത്. പക്ഷെ അത് തെറ്റാണ്. സമൂഹത്തെ ബോധ്യപ്പെടുത്തി തന്നെ ശിക്ഷ നടപ്പാക്കണം. സൗദി അറേബ്യ, മറ്റ് ഗൾഫ് കൺട്രീസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു പാഠമാകാൻ വേണ്ടിയാണ് ശിക്ഷ നടപ്പാക്കുന്നത്. പക്ഷേ ഹണിയം ജോർജിനെ പോലത്തെ ഒരു ജഡ്ജി പറഞ്ഞൊരു കാര്യം, സമൂഹത്തെ ബോധ്യപ്പെടുത്താനല്ല ശിക്ഷ നടപ്പാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ജഡ്ജിമാരുള്ള ഒരു കാലഘട്ടം കൂടിയാണിത്. പിന്നെ എങ്ങനെ ഈ തലമുറ വഷളാകാതിരിക്കും? അല്ലേ? സമൂഹത്തിന് തന്നെയാണ് ശരിക്കും മാതൃകയാകേണ്ടത് ഒരു ശിക്ഷാ നടപടി. ഒരു ശിക്ഷ ആർക്കെങ്കിലും വിധിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ തന്നെ ആ ശിക്ഷ നടപ്പാക്കണമെന്നുള്ളതാണ്. അല്ലേ? എങ്കിലല്ലേ മറ്റ് സമൂഹം അത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആ ചെറുക്കൻ 16 വയസ്സുള്ള ഒരു ചെറുക്കൻ, അവൻ കെഞ്ചി കരഞ്ഞിട്ട് പോലും വിടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത്രയും ഒരു മാരകമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹമല്ല, ഈ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ശിക്ഷ, നിയമം ശക്തമാകണം. തക്കതായ ശിക്ഷ, അതും സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കൊടുക്കണം. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പം നിങ്ങൾ ആലോചിക്കുക, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സത്യമാണ് അല്ലെങ്കിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അതല്ല എങ്കിൽ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്. ഓക്കെ?